ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മളിതേ പൊട്ടിച്ചെടുത്ത മുരിങ്ങയിലയൊക്കെ കൂടി കൊണ്ടുവന്ന് ഒരു കണ്ണാപ്പത്തവി, അരിപ്പത്തവി എന്നൊക്കെ പറയും, അതിനകത്തൂടി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതൊരു ടിപ്പ് കൂടിയാട്ടോ, നമ്മുടെ ജോലി പെട്ടെന്ന് തീരും, അത്രയും മെനക്കേട് വരില്ല. സാധാരണ അല്ലാതെ മുരിങ്ങയില പൊട്ടിക്കാൻ ഒത്തിരി സമയം എടുക്കും. അങ്ങനെ പൊട്ടിച്ചെടുത്ത മുരിങ്ങയിലയൊക്കെ കഴുകി നമ്മൾ വെള്ളം വാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും നല്ല ജീരകം കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക. അല്പം ഹെൽത്തി കുക്കിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൺചട്ടിയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ചട്ടി ചൂടായപ്പം എണ്ണയൊഴിച്ചു. കടുക് താളിക്കാനായിട്ട് കടുകിട്ട് തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ചട്ടി ലീക്കാവുന്നുണ്ട്, എണ്ണ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടുത്ത ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് സെറ്റാക്കി കടുക് താളിച്ചിട്ട് മുരിങ്ങയിലേക്ക് തട്ടിയിട്ടു. ഇല വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് എളുപ്പം പണിക്ക് നമ്മൾ മുട്ട എല്ലാം ഒരുമിച്ച് പൊട്ടിച്ച് ഉപ്പൊക്കെ ഇട്ട് അടിച്ച് വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇത്രയും പണിയില്ല. ഇത് ഓരോന്നോരോന്ന് ഞാൻ എൻ്റെ സൗകര്യത്തിന് അങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് 5 മുട്ടയും തട്ടി പൊട്ടിച്ചൊഴിച്ചു, ചിക്കിയെടുത്തു. കുക്കിങ്ങിൽ ഉപ്പിൻ്റെ കണക്ക് മോസ്റ്റ്ലി എനിക്ക് കൈക്കണക്കാണ്, സ്പൂൺ കണക്കല്ല. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും പച്ചമുളകും ഇട്ടില്ല എന്ന് ഓർത്തത്. അങ്ങനെ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ക്രഷ് ചെയ്ത് വെച്ചിരുന്ന അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് നേരം ആവി കൊള്ളിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയില തോരന് റെഡിയായി. അങ്ങനെ തോരനും കൂടി റെഡിയായപ്പോഴത്തേക്ക് ചോറ് മീൻ വറുത്തതും ഇന്നലത്തെ മീൻകറിയും കൂട്ടി ചോറ് കഴിച്ചു. അന്തസ് നല്ല നാടനൂണ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊരു ടേസ്റ്റ്. അപ്പോൾ ആസിക്കുട്ടൻ ഓടി വന്നു, ഉമ്മി എനിക്കും കൂടി ഒരു പിടിയെന്ന്. അങ്ങനെ അവനും ചോറ് കൊടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.